ആർട്ടിമിസ് എന്ന് പറയുന്നു നാസ അയച്ച ചന്ദ്രനിലേക്ക് അയച്ച ആ ഒരു മിഷൻ്റെ ഒരു പ്രാധാന്യം, ഭൗതികമായൊരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സാധ്യത ശാസ്ത്രത്തിന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധം വളരെ വളരെ ചെറുതാണ്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മതം ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രം മതത്തിനും എതിരല്ല. യഥാർത്ഥത്തിൽ അവ പരസ്പര പൂരകങ്ങളാകേണ്ടതാണ്. മനുഷ്യൻ്റെ സഹജമായ ത്വരകളിലൊന്നാണ് പ്രപഞ്ചരഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമെന്നത്. പലപ്പോഴും ഗഹനമായ ഇത്തരം ആശയങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്. ആ അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുന്ന അല്ലെങ്കിൽ ഉത്തരം അവന് നൽകിയിട്ടുള്ളത് ശാസ്ത്രവും അതുപോലെ തന്നെ മതങ്ങളുമാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം, അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് അതിൻ്റെ ആധാരം. എന്നാൽ പലപ്പോഴും തത്വചിന്താപരമായ മാനങ്ങളുള്ള ചില അന്വേഷണങ്ങളും ശാസ്ത്രം നടത്താറുണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അതല്ലെങ്കിൽ ഭൂമിയിൽ ആദ്യത്തെ ജീവഗണം എങ്ങനെ ഉണ്ടായി എന്നിത്യാദി ചോദ്യങ്ങൾ. അതിൽ പല ചോദ്യങ്ങൾക്കും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല. ഇവിടെയാണ് പലപ്പോഴും മതങ്ങൾ അല്ലെങ്കിൽ ദൈവിക ദർശനങ്ങൾ മനുഷ്യർക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ജീവോൽപ്പത്തി എന്നതിനേക്കാൾ കൂടുതൽ ജീവൻ്റെ ലക്ഷ്യം, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, മരണാനന്തരം മനുഷ്യന് എന്തു സംഭവിക്കുന്നു എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ലഭിക്കാനിടയില്ലാത്ത ഉത്തരങ്ങളെ പൂരിപ്പിക്കുക കൂടെയാണ് മതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഉള്ള ഒരു ദൈവിക ഗ്രന്ഥങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു റോള് കൂടെ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലും ദൈവത്തെയും മതങ്ങളെയും നിഷേധിച്ചവരുണ്ട്. പ്രത്യേകിച്ചും അവനവൻ്റെ ജീവിതം സ്വന്തം ആനന്ദത്തിനു വേണ്ടി മാത്രമുള്ളതാണ് എന്നു കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളവും ദൈവവും മതവും മതനിയമങ്ങളുമെല്ലാം അവരുടെ ദേഹേച്ഛകളുടെ ഈ താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മതങ്ങൾ വിലങ്ങുതടികളായിരുന്നു. ആ രീതിയിൽ മതങ്ങളെ നിഷേധിച്ച അല്ലെങ്കിൽ മതങ്ങളെ തള്ളിപ്പറഞ്ഞ ചർവാക ദർശനവും അതുപോലെ തന്നെ എപ്പിക്യൂറിയൻസുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ ലോകത്ത് രൂപം കൊണ്ട ഒരു ദൈവനിഷേധവും മതനിഷേധവുമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്തർധാരയുണ്ട്. അത് യൂറോപ്പിലാണ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ആധുനിക ലോകത്തിൻ്റെ ഈ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ചും അറേബ്യൻ പെനിൻസുലയിലേക്ക് ഉണ്ടായ വളർച്ചയിലൂടെ അഭൂതപൂർവമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒടുവിൽ അവർ കണ്ടെത്തിയ ആശയങ്ങളെ യൂറോപ്പ് സ്വാംശീകരിക്കുന്നത് 12-13 നൂറ്റാണ്ടുകളിലാണ്. അതോടെ അവിടെയുണ്ടായ ശാസ്ത്രവികാസം, ശാസ്ത്രീയമായ കണ്ടെത്തലുകളിൽ പലതും അന്നുണ്ടായിരുന്ന സഭാവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. ഇപ്പോൾ സഭയുടെ ആശയങ്ങൾ, സഭ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആശയങ്ങൾക്ക് ഇവ എതിരായിരുന്നത് കൊണ്ടുതന്നെ സഭ അത് അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, അത്തരം ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെ പീഡിപ്പിക്കുകയും പലപ്പോഴും കൊന്നുകളയുക പോലും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഇത്തരം ആശയങ്ങളെ മതം എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസമുള്ളവർ മതവിരുദ്ധരായി തീരുകയായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്ന നിഷേധമായിരുന്നില്ല. നമുക്കറിയാം, അറേബ്യയിൽ അല്ലെങ്കിൽ
ഈ അറേബ്യൻ പെനിൻസുലയിൽ തന്നെയും ഇസ്ലാമിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ചരിത്രം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ദുര്യോഗമെന്ന് പറയുന്നത്. യൂറോപ്പ് മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ അധിനിവേശം മറ്റു പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ, അവരായുധങ്ങൾ മാത്രമല്ല ഇത്തരം ചില ആശയങ്ങളും അവിടെയെല്ലാം പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. ആ അർത്ഥത്തിൽ ഇന്ത്യയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദൈവനിഷേധത്തിൻ്റെ കൂടെ ആശയങ്ങൾ ചെറിയ തോതിലെങ്കിലും എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അറേബ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യയിലെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ചും അന്വേഷിക്കുവാൻ വേണ്ടി, കണ്ടെത്തുവാൻ വേണ്ടി, ബുദ്ധി ഉപയോഗിക്കുവാൻ വേണ്ടി, അറിവ് തേടുവാൻ വേണ്ടി ഖുർആൻ നൽകുന്ന പ്രചോദനം, ആ പ്രചോദനത്തിൻ്റെ തേരിലേറിക്കൊണ്ട് ഇസ്ലാമിക സമൂഹം, അവിടെയുള്ള പണ്ഡിതന്മാർ, അവിടെയുള്ള ശാസ്ത്ര ഗവേഷകന്മാർ ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെയും മിക്കവാറും എല്ലാ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ഒരു ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ അവയൊക്കെ തന്നെ ശാസ്ത്രമെന്ന നിലയിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. ലൈംഗിക ശാസ്ത്രത്തെ പോലും കാമശാസ്ത്രമെന്ന് വിളിക്കുവാൻ അവരതുകൊണ്ട് തന്നെ തയ്യാറായിരുന്നു. എന്നാൽ ഇതായിരുന്നില്ല യൂറോപ്പിലെ അവസ്ഥ എന്നർത്ഥം. യൂറോപ്പിലുണ്ടായിരുന്ന ഈ ഒരു വൈരുദ്ധ്യം സ്വാഭാവികമായും അവിടെ ശാസ്ത്രവും മതവും തമ്മിൽ വിഭിന്നമാവുകയും വേറിട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. മാത്രവുമല്ല, അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ശാസ്ത്രീയമായി നടക്കുന്ന ഏതൊരന്വേഷണവും അതുകൊണ്ട് എങ്ങനെയാണ് മതത്തെ നിഷേധിക്കുവാൻ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാൻ സാധിക്കുക എന്നുള്ള ഒരന്വേഷണത്തിലേക്കത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഡാർവിൻ്റെ ഒരു പരിണാമ സിദ്ധാന്തം അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഒരു വലിയ അന്വേഷണത്തിൻ്റെ, ജീവോൽപത്തിയുടെ ആധാരത്തെക്കുറിച്ചുള്ളൊരന്വേഷണത്തിന് ശരിയായ ഉത്തരം നൽകുന്നില്ലെങ്കിൽ പോലും അതിനെ അവലംബമാക്കിക്കൊണ്ട് ദൈവനിഷേധത്തിലേക്ക് മനുഷ്യർ പോയത്, അല്ലെങ്കിൽ അതിനെ ഒരു ദൈവനിഷേധത്തിനുള്ള ഒരായുധമാക്കി ഉപയോഗിച്ചത്. ഇതുപോലെ തന്നെ നമുക്കറിയാം, ന്യൂട്ടൻ്റെ ചലന സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ പ്രപഞ്ചം ചലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ അതിന് പിറകിലൊരു ദൈവമല്ല മറിച്ച് ഈ ചലന സിദ്ധാന്തങ്ങളാണ് എന്ന രൂപത്തിൽ വാദിച്ചുകൊണ്ട് അവിടെയും അത് ദൈവനിഷേധത്തിനുള്ള ഒരാശയമാക്കി മാറ്റാൻ ശ്രമിച്ചു. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ളവർ മനഃശാസ്ത്രം എന്നൊരു ശാഖ വികസിപ്പിക്കുകയും അതിലൂടെ മനസ്സിനെക്കുറിച്ചുള്ള ധാരാളം തിയറികൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തപ്പോൾ അവയിൽ പലതും പിൽക്കാലത്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിനെക്കുറിച്ച് ഉള്ള നിഗൂഢതകൾ, അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ ദൈവിക ഗ്രന്ഥങ്ങളുടെ സഹായം ഇക്കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്നും ഉള്ള വാദങ്ങളിലേക്കെത്തി. അതും ദൈവനിഷേധത്തിനുള്ള ഒരു ഏകകമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. മാക്സ് പ്ലാങ്കിനെ പോലുള്ളവർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അനുബന്ധമായി കവോട്ടിക് തിയറി എന്ന് വെച്ചാൽ അവ്യവസ്ഥാ സിദ്ധാന്തം രൂപപ്പെട്ടപ്പോൾ നമുക്കറിയാം, ലോകത്തുള്ള മതങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് അതിലൊരു വലിയ സിമ്മെട്രി ഉണ്ട്, അതല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു ഡിസൈനിങ് ഉണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനിങ് ഉണ്ട്, എല്ലാം വളരെ കൃത്യതയോടെയാണ് ചലിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ കവോട്ടിക് തിയറി പ്രപഞ്ചത്തിൽ അത്ര വലിയ വ്യവസ്ഥയൊന്നുമില്ല എന്നും പലതും അവ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്ന് വാദിച്ചപ്പോൾ ബൈബിളിൻ്റെ ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ വാദിക്കുകയും അത് ദൈവനിഷേധത്തിലേക്കുള്ള ഒരു വാതിലായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് എന്ന ചോദ്യം എല്ലായ്പ്പോഴും ശാസ്ത്രത്തെ അലട്ടുന്നൊരു ചോദ്യമാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതുണ്ടായതല്ല എന്ന ഒരു ആശയം ശാസ്ത്രലോകം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ കയറി പിടിച്ചുകൊണ്ടും ദൈവനിഷേധികൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ളൊരു ഉത്തരം അതിന് കണ്ടെത്തി എന്ന രീതിയിൽ വാദിക്കാൻ തുടങ്ങി. എന്നാൽ പിൽക്കാലത്ത് ബിഗ് ബാങ് തിയറിയൊക്കെ വന്നപ്പോൾ ഇവ തമ്മിലുള്ള രണ്ട് ശാസ്ത്രീയ ആശയങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് നയിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ട്യൂബ് ശിശു
ഉണ്ടാക്കിയപ്പോൾ ഇനി ദൈവത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന വാദങ്ങൾ വന്നു. ക്ലോണിംഗ് നടത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവമില്ലാതെ തന്നെ ജീവൻ നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വാദങ്ങളിലേക്ക് മനുഷ്യരെത്തി. ബഹിരാകാശത്തേക്ക് മനുഷ്യൻ പോയപ്പോൾ, ചന്ദ്രനിലേക്ക് മനുഷ്യന് പോയപ്പോൾ, ഇങ്ങനെ ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരുമ്പോൾ ഇത്തരത്തിൽ ഏതെല്ലാം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മനുഷ്യന് കഴിഞ്ഞുവോ ഇതെല്ലാം തന്നെ ദൈവനിഷേധത്തിനുള്ളൊരു മാർഗമായി മാറ്റുകയാണ് ചെയ്ത്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പരീക്ഷണങ്ങൾ, പല രോഗങ്ങൾക്കും വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന മരുന്നുകൾ, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയും ഇനി മനുഷ്യൻ ഒരുപക്ഷെ അമർത്യനായിത്തീരാം എന്ന രീതിയിൽ വാദിക്കുന്നതിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ അടിസ്ഥാനപരമായി എങ്ങനെ ഊർജമുണ്ടായി, എങ്ങനെ ദ്രവ്യമുണ്ടായി, എങ്ങനെ ആദ്യത്തെ ജീവകണികയുണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരമില്ല എന്നു മാത്രമല്ല, അതിൻ്റെ സാധ്യതകൾ പോലും അത്രമേൽ വിരളമാണ്. അത് കണ്ടെത്താനുള്ള സാധ്യത പോലും അത്രമേൽ വിരളമാണ്. അല്ലെങ്കിൽ ഭൗതികമായൊരു വസ്തുവിൽ നിന്ന് ഒരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സാധ്യത ശാസ്ത്രത്തിന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധം വളരെ വളരെ ചെറുതാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ മനുഷ്യനെപ്പോഴും ദൈവനിഷേധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം തന്നെ കണ്ട ആർട്ടിമിസ് എന്ന് പറയുന്ന അമേരിക്കയിലെ നാസ അയച്ച, ചന്ദ്രനിലേക്ക് അയച്ച ഒരു പേടകം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റോക്കറ്റ്, ആ ഒരു മിഷൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ യാത്രയിൽ പങ്കെടുത്ത 4 പേരും ദൈവത്തെ നിഷേധിക്കുന്നതിന് പകരം ദൈവത്തിനോട് നന്ദി പറയുകയും ഒപ്പം തന്നെ വളരെ വിനയത്തോടെ യാതൊരു അഹങ്കാരവുമില്ലാതെ അവർ സംസാരിക്കും നമ്മൾ കണ്ടു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതിന് മാത്രവുമല്ല, ആ ഒരു 10 ദിവസത്തിൽ കുറഞ്ഞ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ നടത്തിയ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ടുന്നതാണ്. അതോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായി അതിന് അവരെ സജ്ജമാക്കിയെടുക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വായു, അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട മറ്റു ഭൗതിക സാഹചര്യങ്ങൾ, ഇതെല്ലാം വളരെ ശ്രമകരമായി രൂപപ്പെടുത്തിയെന്ന് മാത്രമല്ല അത്രമേൽ എക്സ്പെൻസീവായ ചിലവ് കൂടിയതുമായിരുന്നു. ഇവിടെയാണ് അവർ വളരെ അത്ഭുതകരമായൊരു കാര്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഈ ഈ ഭൂമിക്ക് പുറത്ത് മറ്റൊരു പ്ലാനറ്റിൽ ജീവിക്കുന്നു, എന്നാൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് അത്രയേറെ ചിലവും തയ്യാറെടുപ്പും വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളെന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെന്ന് ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ്, അതിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുട്ടി യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് വരുന്നത്. അവിടെ എല്ലാം ഒരുക്കി വെച്ച, അവന് ജീവിക്കാൻ, അവന് ശ്വസിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, എല്ലാത്തിനും വേണ്ട എല്ലാം ഒരുക്കി വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു വെളിപാട് നൽകുന്ന ഒന്നായിത്തീരുകയും അത് ശാസ്ത്രലോകത്തിലെ ദൈവനിഷേധികൾക്ക് പോലും ഒരു മറുപടിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വെളിപാടാണ്, ഒരു തിരിച്ചറിവാണ്. ശാസ്ത്രവും മതവും രണ്ട് രീതിയിൽ വൈരുദ്ധ്യത്തിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളൊരറിവിൻ്റെ കൂടെ ഒരു വലിയ അടിവരയിടുന്ന ഒരു കണ്ടെത്തലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.